ഹായ് എല്ലാവർക്കും നമസ്കാരം. ലൈറ്റൊക്കെ കുറച്ച് കുറവാണ്. അത് കാര്യം പറഞ്ഞു തരാം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല. കേരളത്തിലൊരു കുട്ടി എനിക്കൊരു മെസ്സേജ് അയച്ചു, മെയിൽ അയച്ചു. അദ്ദേഹം പുറത്തേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് 2-3 ലിങ്കൊക്കെ ചേർത്താണ് അയച്ചു തന്നത്. സോ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹം ജോർജിയയിലോ എവിടെയോ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നീറ്റിൻ്റെ എന്തോ സ്കോറിൻ്റെ ഇപ്പോൾ ഇഷ്യൂ ഉണ്ടല്ലോ, നീറ്റ് UGയുടെ. അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ട് ഇപ്പോൾ എന്തോ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പം പോകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് മിസ്ലീഡിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം കണ്ടുവെന്നും എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന രീതിയിലാണ് ചോദിച്ചത്. അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് യൂസ്ഫുൾ ആവുന്ന വിശ്വാസത്തിലാണ് ഞാൻ ചെയ്യുന്നത്. കാരണം വേറെ അല്ലാതെ ഇൻസ്റ്റയിലൊക്കെ ചില മെസ്സേജുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്: ഈ യൂണിവേഴ്സിറ്റി കൊള്ളാവോ, ആ യൂണിവേഴ്സിറ്റി കേട്ടിട്ടുണ്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാ യൂണിവേഴ്സിറ്റി അറിയത്തില്ല, പേഴ്സണലി അറിയത്തില്ല. ജസ്റ്റ് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ പോകാൻ ഭയങ്കരമായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് ആ യൂണിവേഴ്സിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ ഇപ്പം വേൾഡ് മെഡിക്കൽ സ്കൂൾ ഡിക്ഷണറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സൈറ്റ് ഉണ്ട്. ഇപ്പം അമേരിക്കയിലൊക്കെ പോകുമ്പം അവരുടെ റെക്കഗ്നൈസേഷൻ നോക്കുന്നത് അവർ ആ ഒരു സൈറ്റിലാണ്. ഇപ്പം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കേരളത്തിലെ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജുണ്ട്. ആ മെഡിക്കൽ കോളേജിൻ്റെ പേര് നോക്കിയാൽ ഞാനതില്ല. അതിൻ്റെ കാരണം എനിക്കറിയത്തില്ല. മേ ബി ESIC ഡയറക്റ്റ് ജസ്റ്റ് മാറിയതേ ഉള്ളൂ. അവർ ഇപ്പോൾ 2-3 വർഷം ആയിട്ടുള്ളൂ കൺവേർട്ട് ചെയ്തിട്ട് സ്റ്റേറ്റ് മെഡിക്കൽ കോളേജായിട്ട്. അപ്പോൾ അവിടെ എന്തോ പറ്റിയ പ്രശ്നമാണ്. എന്തായാലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അങ്ങനെ വരാതിരിക്കാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ ബാക്കി എല്ലാ കോളേജും ഉണ്ട്, ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിന് റെക്കഗ്നൈസേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഈ ഒരു സൈറ്റ് ഉണ്ട്. അത് ജസ്റ്റ് കയറി നോക്കിയാൽ മതി. സത്യം പറഞ്ഞാൽ USMLക്ക് പോകുന്നവർ നോക്കുന്നതാണ്. അപ്പോൾ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മനസ്സിലാവും അത് നിങ്ങൾക്കത് പഠിച്ചാൽ എന്തെങ്കിലും ഭാവി ഉണ്ടോ, അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ പോകാൻ, അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ എക്സാമൊക്കെ എഴുതി പോകാൻ ഭാവി ഉണ്ടോ എന്നൊക്കെ ഇത് വെച്ച് മനസ്സിലാവും. അത് ഫസ്റ്റ്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോക്ടർ അജ്മൽ പറഞ്ഞ, ലേൺ വിത്ത് അജ്മൽ എന്ന യൂട്യൂബ് ചാനൽ ഈ സാറ് പറഞ്ഞ എന്തൊക്കെയോ കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻറ്റേൺഷിപ്പിനെ പറ്റിയാണ്. നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും 2021 ശേഷമുള്ള നിയമമാണ്. ഏത് രാജ്യത്ത് പോയാലും അവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇന്ത്യയിൽ വന്നിട്ട് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാം എഴുതി പാസ്സായി ശേഷം 1 വർഷം ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. പണ്ട് ഇത് കേരളത്തിലും കുറച്ച് 2-3 സ്റ്റേറ്റ്, തമിഴ്നാട്ടിലൊക്കെ ഉള്ളായിരുന്നു. ഇപ്പോൾ ആൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റുകളിലും അങ്ങനെ തന്നെയാണ് ഇപ്പം നിലവിൽ. ഞാൻ പഠിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഡൽഹിയിലാണ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ എനിക്ക് അന്ന് ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം ഞാൻ 3-3.5 വർഷം പല സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ രജിസ്ട്രേഷൻ ഉണ്ട്. പക്ഷേ അത് ആ ഒരു ഡൽഹിയിലെ രജിസ്ട്രേഷൻ വെച്ചിട്ട് ഞാൻ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ച സമയത്ത് ചെറിയ ഇഷ്യൂസ് ഉണ്ടായി. കാരണം എനിക്ക് ഇന്ത്യയിൽ ഇൻറ്റേൺഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഇവിടെ ടെമ്പററി പഠിക്കാനുള്ള ഒരു അലവൻസ് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇപ്പം. സോ ആ ഒരു ഇഷ്യൂ എനിക്കുണ്ട്. അതുകൊണ്ട് അതിലാണ് ഇപ്പം ഞാൻ പെട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ കേരളത്തിലായതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇഷ്യൂ ആയത്. ഇപ്പം വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലാണെങ്കിൽ, ഇപ്പം ഞാനിപ്പം PG അലോട്ട്മെൻറ്റിൽ നമ്മൾ ഈ ഓരോ കോളേജ് വെക്കുന്ന സമയത്ത് റാൻഡമായിട്ട് വെച്ചതാണ്. കേരളത്തിൽ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. കാരണം ഞാൻ വെച്ച ആദ്യത്തെ ഏറ്റവും മുകളിൽ വെച്ചത് മൊത്തവും നോർത്തിലെയും മറ്റുമായിരുന്നു, ഹരിയാനയൊക്കെ ആയിരുന്നു. കാരണം ഹരിയാന ഇത്തവണ ഭയങ്കരമായിട്ട് ശരിക്കും പറഞ്ഞാൽ നോൺ ക്ലിനിക്കൽ സബ്ജക്റ്റൊക്കെ ഭയങ്കരമായിട്ട് ടോപ്പ് ലെവലിൽ റാങ്ക് പോയി. ഇപ്പം കിട്ടിയില്ല. അതിനുശേഷം ബാക്കിലോട്ട് വന്നപ്പോൾ സൗത്തേ ഉള്ളൂ. ഇപ്പം സൗത്തിൽ എന്ന് വെച്ചാൽ ആരും എടുക്കാറില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ബോണ്ടുണ്ട്. നിങ്ങൾക്ക് PG എടുത്തിട്ട് അലോട്ട്മെൻറ്റിൽ കയറുന്നവർക്ക് മനസ്സിലാവും. 1 വർഷം ബോണ്ട് ചെയ്യേണ്ടി വരും. ബോണ്ട് പെനാൽറ്റി 50 ലക്ഷം രൂപയ്ക്ക് പുറത്താവും. സോ അതുകൊണ്ട് തന്നെ പലരും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്തിലെടുക്കുകയാണ്. അവിടെ പിന്നെ ബോണ്ട് പെനാൽറ്റി അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. ഞാൻ ഡൽഹിയൊക്കെയാണ് ശരിക്കും ആദ്യം വെച്ചത്, ഡൽഹി ഹരിയാനയൊക്കെ. പക്ഷേ എന്തോ അവിടെ കിട്ടിയില്ല. അതുകൊണ്ട് ഇവിടുത്തെ കിട്ടുകയും ചെയ്തു. പിന്നെ വീട്ടിനടുത്തായതുകൊണ്ട് ജസ്റ്റ് അത് പിന്നെ കണ്ടിന്യൂ ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ. സോ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. ഇൻറ്റേൺഷിപ്പ് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ PGക്ക് ക്വാളിഫൈ ആയി. അങ്ങനെ PGക്ക് അഡ്മിഷൻ കിട്ടി. ഓൾ ഇന്ത്യ കോട്ടയിൽ കയറിയിരിക്കുകയാണ്. സോ എൻ്റെ ഭാവി എന്ന് പറയുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് എന്ന് പറയുന്ന നമ്മുടെ കേരള മെഡിക്കൽ സയൻസിൻ്റെ യൂണിവേഴ്സിറ്റി ഉണ്ട്. അവരുടെ നിർദ്ദേശപ്രകാരം ഏകദേശം പെർമനൻറ്റ് രജിസ്ട്രേഷൻ ഇല്ലാതെ എങ്ങനെ അവസാനത്തെ MD പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് കൂടി എനിക്കറിയത്തില്ല. അതാണ് ശരിക്കും ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇൻറ്റേൺഷിപ്പാണ്. അപ്പോൾ നിങ്ങൾ എവിടെ പഠിച്ചിട്ടും കാര്യമില്ല, ഇന്ത്യയിൽ 1 വർഷം ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് കമ്പൽസറിയാണ്. അതും FMG എക്സാമിനേഷൻ പാസ് ആയതിനു ശേഷം. അതുമല്ല, അടുത്ത വർഷം എന്ന് പറയുന്നത് നെക്സ്റ്റ് വരാനാണ് ചാൻസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു എല്ലാ മെഡിക്കൽ സ്റ്റുഡൻസിനും MBBSന് ശേഷം ഒരു പാസ് ഔട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ, അത് എയിംസിൽ പഠിച്ചാലും ശരി, കേരളത്തിലെ ഗവൺമെൻറ്റിൽ പഠിച്ചാലും ശരി, അല്ലെങ്കിൽ വേറെ എവിടെ പ്രൈവറ്റിൽ പഠിച്ചാലും പുറത്ത് പഠിച്ചാലും ആർക്ക് വേണോ MBBS ഡിഗ്രി ഉണ്ട്, അവിടുത്തെ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ആ എക്സാം
പാസ്സായേ പറ്റത്തുള്ളൂ. സോ ആ എക്സാം എഴുതി പാസ്സായാലേ ഇനി ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് ഇവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ചെയ്താൽ മാത്രമേ അവർക്ക് ഇവിടെ ഒരു വർക്ക് ചെയ്യാനുള്ള അവസരവും കിട്ടത്തുള്ളൂ. അതാണ് സത്യാവസ്ഥ. അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമായ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ റെക്കഗ്നൈസേഷനുമായി ബന്ധപ്പെട്ടതാണ്. പല യൂണിവേഴ്സിറ്റികളിലും ചെയ്യുന്നതെന്ന് പറയുന്നത് അവരുടെ ഒരു രാജ്യത്ത് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് അവിടെ അഡ്മിഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുള്ള സാഹചര്യം, അത് കഴിഞ്ഞിട്ട് എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം. കാരണം അവരവിടെ പഠിക്കുന്ന സമയത്ത് അവർക്ക് ജോലിയും കൂടെ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കണം എന്നുള്ള നിർദ്ദേശവും കൂടെ നമ്മുടെ NMC വെക്കുന്നുണ്ട്. സോ ഈ രണ്ട് കാര്യങ്ങളും ശരിയായ കാര്യമാണ്. പക്ഷേ അത് എത്രത്തോളം യൂണിവേഴ്സിറ്റികൾ പാലിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരുന്നു. കാരണം ഞാൻ പഠിച്ചത് ചൈനയിലാണ്. അപ്പോൾ ചൈനയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കൂടെ കഴിയത്തില്ല. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ എക്സാം പാസ്സായി കിട്ടാൻ തന്നെ. അപ്പം അത് പാസ്സായി അവിടെ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അടുത്ത ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറി ഭയങ്കര കുറവാണ് ജൂനിയർ ഡോക്ടേഴ്സിന്. അത് കഴിഞ്ഞ് സ്പെഷ്യാലിറ്റി എടുത്ത് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് PG എടുത്തിട്ട് പിന്നെ അടുത്ത എക്സാം എഴുതി പാസ്സായി അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ശമ്പളത്തിന് ഒരു ഉയർച്ച ഉണ്ടാകും. സോ ആരും അങ്ങനെ ചെയ്യത്തില്ല, കാരണം ശമ്പളത്തിൻ്റെ ഒരു ഇഷ്യൂ കാരണം. രണ്ടാമത്തെ കാര്യം ലാംഗ്വേജിൻ്റെ ഇഷ്യൂ. പിന്നെ ആർക്കും അങ്ങനെ ചൈനയിലോ അങ്ങനത്തെ രാജ്യങ്ങളിൽ നിൽക്കാൻ താല്പര്യമില്ലല്ലോ. കുറച്ചുകൂടെ സെറ്റിൽഡ് ആവാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ യൂറോപ്പിലേക്ക് പോകത്തുള്ളൂ. പിന്നെ അദ്ദേഹം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ പാസ് പെർസെൻറ്റേജ് ആണ്. ഏകദേശം ഒരു 3000 താഴേക്കായിരുന്നു ശരിക്കും നമ്മുടെ സമയത്തൊക്കെ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് FMG എക്സാമിനേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 25,000, ഏകദേശം ഒരു 25,000 പേര് എഴുതുന്ന പരീക്ഷയിൽ ഒരു 2,500, 3,000 ആൾക്കാരാണ് പാസ്സായിക്കൊണ്ടിരുന്നത്. ഇപ്പം ചെറിയ രീതിയിലുള്ളൊരു ഉയർച്ച അതിനകത്തുണ്ട്. ഏകദേശം ഒരു 7K 8K അടുത്തൊക്കെ പാസ്സാവുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഈ എക്സാമിനെ പറ്റി പറയാനാണെങ്കിൽ ഒട്ടും ഈസി ആയിട്ട് കരുതണ്ടാരും. നീറ്റ് PGയുടെ അതേ ലെവലിൽ തന്നെയാണ് ഇപ്പോൾ ചോദ്യം വരുന്നത്. ക്ലിനിക്കലി അത്ര ഇല്ലെങ്കിലും വളരെ ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസൊക്കെ അവർ നിർത്തി സിനാരിയോ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ക്വസ്റ്റ്യൻസൊക്കെ ശരിക്കും ആ ഒരു പാർട്ട് അല്ലെങ്കിൽ ആ നോളേജ് കൺസെപ്റ്റൊക്കെ ഉള്ളവർക്ക് മാത്രമേ ഇപ്പം പാസ്സായി വരാൻ പറ്റത്തുള്ളൂ. നല്ല ബുദ്ധിമുട്ടാണ് ശരിക്കും. അത് പാസ്സായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നീറ്റ് PG ഒക്കെ എഴുതിയെടുക്കാവുന്നേ ഉള്ളൂ. കാരണം FMGക്ക് ഒരു ഹാഫ് മാർക്ക് മേടിക്കുന്നവർക്ക് നീറ്റിൽ ശരിക്കും ഒരു ഹാഫ് മേടിക്കുക എന്ന് പറയുന്നത് ഈസിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് ഒരു പ്രൈവറ്റിലാണെങ്കിലും ഗവൺമെൻറ്റിലാണെങ്കിലും അത്യാവശ്യം നല്ലൊരു സീറ്റ് കിട്ടാനുള്ള ചാൻസും ഉണ്ട് ഇന്നത്തെ ഒരു അവസ്ഥയിൽ പറഞ്ഞാൽ. സോ ഇതൊക്കെ കിട്ടും. പിന്നെ ഒരു ടൈം ഫ്രെയിം അവർ പറഞ്ഞ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ശരിയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു നീറ്റിന് ഒരു റിപ്പീറ്റ് ചെയ്തവരായിരിക്കും മിക്കവാറും പോകുന്നത് പുറത്ത്, അല്ലെങ്കിൽ കാരണം ഒരു ക്വാളിഫൈ മാർക്ക് കൂടെ അതിനകത്ത് വേണമല്ലോ. അപ്പം അങ്ങനെ വരുന്ന ഒരാൾക്ക് ഒരു 18 വയസ്സിലായിരിക്കും പോകുന്നത്. അത് കഴിഞ്ഞ് 6 വർഷത്തിൻ്റെ പഠനം 24 വയസ്സാവും. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ 1 വർഷത്തിൻ്റെ കോച്ചിങ്ങും മറ്റ് കാര്യങ്ങളും കൊണ്ടേ ഇവിടെ FMG ഒക്കെ പാസ്സാകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഡയറക്റ്റ് പാസ്സാവുന്നവരും ഉണ്ട്. പക്ഷേ അങ്ങനെ പാസ്സാകുമ്പോൾ 25-26 വയസ്സാവും. പിന്നെ അതിനുശേഷം ഒരു ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് കേരളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം വെയിറ്റ് ചെയ്യണം. പിന്നെ ഇൻറ്റേൺഷിപ്പ് കിട്ടി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 മാസം പെർമനൻറ്റ് കിട്ടണം. അപ്പോൾ ഇതിന് വെയിറ്റിംഗ് പീരീഡ് 1 വർഷം, ഇൻറ്റേൺഷിപ്പ് 1 വർഷം, ഏകദേശം 2 വർഷം ടോട്ടലായിട്ട് എടുക്കും. അത് കഴിഞ്ഞ് ജോലി കിട്ടുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. കാരണം കേരളത്തിൽ ഒരു ചെറിയ ഒരു പ്ലേസ് ആണ്, വെച്ചാൽ പോപ്പുലേഷൻ അത്ര ഇല്ല. അതിനകത്ത് ഒരുപാട് മെഡിക്കൽ കോളേജ് ഉണ്ട്. ഇപ്പോൾ തമിഴ്നാടാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജ് ഉള്ളത് ഇന്ത്യയിൽ, മീൻസ് പോപ്പുലേഷൻ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ അത്യാവശ്യം നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പം അവസ്ഥ എന്ന് പറയുന്നത് ജോലി കിട്ടാനും നല്ല ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത്. കാരണം PG ഡോക്ടേഴ്സിന് വരെ ജോലി ഇപ്പോൾ ഇല്ല. സൂപ്പർ സ്പെഷ്യാലിറ്റി എടുത്താലേ നിലനിൽക്കാൻ പറ്റുന്നൊരവസ്ഥയാണ്. അപ്പം ജസ്റ്റ് MBBS കൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നല്ല രീതിയിൽ സാച്ചുറേറ്റഡ് ആയിട്ടുണ്ട് ഡോക്ടേഴ്സ്. അപ്പോൾ ആ ഒരു ക്യാഷിൻ്റെ ഒരു തോട്ടിൽ ആരും MBBS പുറത്ത് പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല. അവസാനം ബുദ്ധിമുട്ടേണ്ടി വരും. പിന്നെ ഈ എക്സാം പാസ് ആയില്ലെങ്കിലുള്ള അവസ്ഥ, കേരളത്തിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് അത് പറഞ്ഞുതരാം. കേരളത്തിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റൈപ്പൻറ്റും കിട്ടത്തില്ല. ഇപ്പം ഞാൻ പത്തനംതിട്ടയിൽ ഒരു ആവശ്യത്തിന് പോയ സമയത്ത്, അവിടുത്തെ ജനറൽ ആശുപത്രിയിൽ പോയ സമയത്ത് ഞാൻ കണ്ടതാണ്, പലരും അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു നയാ പൈസ അവർക്ക് സ്റ്റൈപ്പൻഡ് ഇല്ല. അവരവിടെ ഉച്ചയ്ക്ക് പല സന്നദ്ധ സംഘടനകളും കൊടുക്കുന്ന ചോറുകൾ, ഉച്ചയ്ക്കുള്ള പല ഈ ക്രിസ്ത്യൻ ചർച്ച് വഴി കൊടുക്കുന്ന കുറച്ച് ഫുഡ്, അതൊക്കെ വാങ്ങി കഴിക്കുന്നവർ. അത് കഴിഞ്ഞ് GPക്ക് വളരെ ഇല്ലീഗലായിട്ട് ഒരു ജനറൽ പ്രാക്ടീസ് എന്ന രീതിയിൽ പല ഹോസ്പിറ്റലിലെ നൈറ്റ് ഡ്യൂട്ടി അല്ലാതെ ഷിഫ്റ്റ് എടുത്താണ് പലരും ജീവിക്കുന്നത്. അതൊക്കെ ശരിക്കും ഭയങ്കര റിസ്ക്കാണ്. ആരെങ്കിലും എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രജിസ്ട്രേഷനും കിട്ടത്തില്ല. എനിക്ക് ഡൽഹിയിലെ മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ആയിരുന്നു ആദ്യം. അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ആ രജിസ്ട്രേഷൻ ഉള്ള സമയത്ത്. പക്ഷേ കേരളത്തിൽ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി ഞാനത് NOC എടുത്തിട്ട് അത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ കിട്ടിയപ്പോൾ എനിക്ക് ടെമ്പററി ഉള്ളൂ. ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ പോലും വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം എനിക്ക് രജിസ്ട്രേഷൻ ഇല്ല. ഓൺലൈനിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക്
ടെമ്പററി രജിസ്ട്രേഷൻ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ചോദിക്കും എന്തുകൊണ്ട് ഓൺലൈൻ ഒരു പെർമനൻറ്റ് കിട്ടുന്നില്ല എന്ന് ചോദിക്കും. സോ അതൊക്കെയാണ് ശരിക്കുള്ള അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ FMGയുടെ ഒരു പാസ് എന്താണ് ഭാവി എന്ന് പറയുന്നത്. എൻ്റെയൊക്കെ ബാച്ചിൽ എനിക്കറിയാവുന്ന സീനിയേഴ്സ് ഉണ്ട്. ഇപ്പം 2010-ലും 2012-ലും 2013-ലും ഒക്കെ പാസ്സായ ആൾക്കാർ ഇന്നും FMG പാസ്സാവാതെ ഭയങ്കര ബുദ്ധിമുട്ടി ജീവിക്കുന്നവരുണ്ട്. അതിൽ പലരും എന്ന് വെച്ചാൽ ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു ജോലിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് MBBS വേണ്ട ആവശ്യമില്ല. അപ്പം ഒരു ഡോക്ടറിൻ്റെ കൂടെ നിന്ന് അവരുടെ ഒരു കയ്യാൾ കണക്ക് എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്ത് ആ രീതിയിൽ ഏകദേശം ഒരു 10-15K ഒക്കെ മന്ത്ലി കിട്ടുന്നു. ഇപ്പോൾ ബാംഗ്ലൂരിലുണ്ട്, കേരളത്തിൽ ഒരുപാട് മിക്ക ഹോസ്പിറ്റലിലും ഇപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്കാർ നിയമിക്കുന്നുണ്ട്. കാരണം മെഡിക്കൽ ഫീൽഡിൽ മെഡിക്കൽ നോളജ് ഉള്ള ആൾക്കാരാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാകും. ശരിക്കും പറഞ്ഞാൽ BSc ഉള്ള ആൾക്കാരാണ് അവരെ നിയമിക്കുന്നത് ആ ഒരു ഇതിന് വേണ്ടി. പക്ഷേ ഇപ്പം ഒരുപാട് BAMS BDS ഈ പുറത്തോട്ട് പഠിച്ച MBBS സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ അവരെയാണ് മെജോറിറ്റി എടുക്കുന്നത്. ഇപ്പോൾ കൊല്ലത്തൊക്കെ എനിക്കറിയാവുന്ന കുറച്ച് പേര് അങ്ങനെ വർക്ക് ചെയ്യുന്നവരുണ്ട്. ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഡൽഹിയിലുണ്ട്, ഹൈദരാബാദിലുണ്ട്, മിക്ക സ്ഥലത്തും അങ്ങനെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അതാണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പലരും വീട്ടുകാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനെ നിരന്തരമായിട്ട് എക്സാം പാസ്സാവാതെ വന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ ചോദ്യം, വീട്ടുകാരുടെ ചോദ്യം, പിന്നെ നമ്മുടെ ഭാവി. സോ അങ്ങനെ പല രീതിയിൽ ഇഷ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ ഇത് വന്നിട്ട് പാസ്സായില്ല എന്നുണ്ടെങ്കിൽ. സോ ഈ എല്ലാ കാര്യവും നമ്മൾ ചേർത്ത് വായിച്ചാൽ ഇവർ രണ്ട് പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ഒരു റെഗുലേഷനും കാര്യങ്ങളും വെച്ച് മാത്രമേ നിങ്ങൾ പുറത്ത് പോകാവൂ. ഇപ്പോൾ എൻ്റെ അടുത്ത് പേഴ്സണലി ഒരാൾ ചോദിക്കുകയാണ് ഞാൻ പുറത്ത് പോയി പഠിച്ചോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. നിങ്ങൾ 2-3 വർഷം അല്ലെങ്കിൽ മിനിമം ഒരു 2 വർഷം നിങ്ങൾ നീറ്റിന് പ്രിപ്പയർ ചെയ്തു, നിങ്ങൾക്ക് കിട്ടിയില്ല, ജനറൽ കാറ്റഗറി സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റിൽ കൊണ്ടു കൊടുക്കാൻ ഒരു 60-70 ലക്ഷം രൂപ ഇല്ല, പക്ഷേ ഒരു 10-25 ലക്ഷം രൂപയൊക്കെ എടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം. ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല, നിങ്ങൾക്ക് പോവാം, നല്ലോണം പഠിക്കാം. അത് തന്നെ ഇൻറ്റേൺഷിപ്പ് സമയത്തിന് അവിടുത്തെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് FMG ക്ലിയർ ചെയ്യാം. അത് കഴിഞ്ഞ് വന്നിട്ട് ഡയറക്റ്റ് വന്നിട്ട് ഇവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാം, ഇവിടെ വർക്ക് ചെയ്യാം, PG എടുക്കാം, അല്ലെങ്കിൽ യൂറോപ്പിലോട്ട് പോവാം. അങ്ങനെ ചാൻസസ് എല്ലാം ഉണ്ട്. പക്ഷേ ഒരാൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇപ്പം പുറത്ത് പോയി പഠിച്ചോട്ടോ, മെഡിക്കൽ ഡിഗ്രി എടുത്തോട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണ് ഇത്തരം കാര്യങ്ങൾ, ഈ ഡിഗ്രി യൂണിവേഴ്സിറ്റികളുടെ പ്രശ്നങ്ങൾ, അത് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നെ അത് കഴിഞ്ഞ് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഡിസ്ക്രിമിനേഷനും അങ്ങനത്തെ കാര്യങ്ങളും, ഈ എല്ലാ കാര്യവും കൂടെ നമ്മൾ ചേർത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇവിടെ MBBS പഠിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പ്രൈവറ്റിലെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നീറ്റ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് പഠിക്കുക. ഇതായിരിക്കും എൻ്റെ പേഴ്സണലായിട്ടുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്പുറം വേറെ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഡോക്ടർ അജ്മൽ സാറും ഈ കരിയർ ഗുരുവൊക്കെ പറഞ്ഞത് കാര്യങ്ങളിൽ ഒരു 100% വാസ്തവം തന്നെയാണ്. അതിൽ കൂടുതൽ എനിക്ക് പറയാൻ താല്പര്യം മീൻസ് അത്ര എൻ്റെ കൂടുതൽ പറയേണ്ട കാര്യമില്ല. അവർ വ്യക്തമായിട്ട് NMCയുടെ ഗൈഡ് ലൈനും ആ നിയമങ്ങളും വെച്ച് തന്നെയാണ് പറഞ്ഞത്. വളരെ ശരിയായ കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ പോകുന്ന സ്റ്റുഡൻസിൻ്റെ ഭാവി എന്ന് പറയുന്ന ഒരു പാർട്ടും കൂടെ ഉണ്ട്. അതും കൂടെ ചിന്തിച്ചിട്ട് വേണം ഈ ആൾക്കാരിങ്ങനെ പോകാൻ വേണ്ടി. വളരെ ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾ ചുറ്റിനും കാണുന്ന 1-2 പേര് ഗവൺമെൻറ്റിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ അവരൊക്കെ രക്ഷപ്പെട്ടു, അവർ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്ന ഉള്ളല്ലേ, അതൊക്കെ സക്സസ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതേ ഉള്ളൂ. അതിൽ നിന്ന് ബാക്ക് ഡ്രോപ്പ് ആയിട്ട് ഏകദേശം ഒരു 10-15 വർഷമായിട്ട് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ വേറെ ജോലിക്ക് പോകുന്ന, അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒരുപാടുണ്ട് ഇതിനിടയ്ക്ക്. അപ്പം അതുകൊണ്ട് വളരെ ഓപ്പണായിട്ട് ഞാൻ പറയുകയാണ്, മാക്സിമം അവോയ്ഡ് ചെയ്യുക ഫോറിൻ മെഡിക്കലിൻ്റെ ഒരു പഠിത്തം എന്ന് പറയുന്നത്. എനിക്കറിയാം നിങ്ങൾ പലരും ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നീറ്റിന് 320 സ്കോർ ഉണ്ടെങ്കിൽ ഒരാൾക്ക് റിസർവേഷനും അതൊക്കെ ഉണ്ട്. സോ ആ അവസ്ഥ ഉള്ള ഒരു നാടാണ് നമ്മുടേത്. അപ്പം ആ ഒരു സമയത്ത് പുറത്ത് പഠിക്കുക എന്ന് പറയുന്നത് ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ ആ ഓപ്ഷൻ്റെ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് അതൊരു ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കണം. അല്ലെങ്കിൽ തന്നെ വേറൊരു കാരണം ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ പുറത്ത് പഠിക്കാൻ പോകാൻ താല്പര്യമുള്ളവർ ജർമ്മനി പോവുക, ജർമ്മനിയോ അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ യൂറോപ്യൻ രാജ്യത്തേക്ക് പോവുക. ജർമ്മനിയിൽ പോയാൽ ഉപയോഗം എന്ന് പറയുന്നത് അവിടുത്തെ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് MBBS പഠിക്കുന്ന സമയത്ത് MBBS പഠിക്കാം. അത് കഴിഞ്ഞിട്ട് PGക്ക് അവിടെ തന്നെ കയറാം, റേഡിയോളജിയോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും നല്ല ബ്രാഞ്ച് എടുക്കാം. ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും, സെറ്റിൽഡ് ആകാൻ പറ്റും, പെട്ടെന്ന് ക്യാഷ് കിട്ടുകയും സ്റ്റൈഫൻഡ് കിട്ടുകയും ചെയ്യും. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ യൂറോപ്പിലൊക്കെ ജർമ്മനിയിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വിറ്റ്സർലാൻഡിലും മറ്റ് രാജ്യങ്ങളൊക്കെ പോകാൻ പറ്റും. കാരണം ജർമ്മൻ ലാംഗ്വേജ് പല യൂറോപ്യൻ രാജ്യങ്ങളിലും അവർ അംഗീകരിക്കുന്ന ഒരു ലാംഗ്വേജാണ്. അപ്പം ആർക്കെങ്കിലും ശരിക്കും പുറത്തൊക്കെ പോയി പഠിക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പോകണമെന്ന് താല്പര്യമുള്ളവർ ജർമ്മനിയൊക്കെ ട്രൈ ചെയ്യുക. അതായിരിക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഉപദേശം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഇത് കഴിഞ്ഞും ഒരു ഭാവി ഉണ്ടായിരിക്കും. PG എടുത്ത് MBBS കഴിഞ്ഞ് PG കഴിഞ്ഞ്
അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി എടുത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മറ്റ് UK യിലോ US ലോ ഒക്കെ പോകാനും പറ്റും. അത് കഴിഞ്ഞാൽ അവിടുത്തെ ലൈസൻസിങ് എക്സാം പാസ്സായാൽ മാത്രം മതി. സോ ഇതാണ് ഒരു ഓവറാൾ ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. സോ ഇതിൽ കൂടുതലാക്കെങ്കിലും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, എന്നെ കോൺടാക്റ്റ് ചെയ്യാം. മെയിൽ ID ഉണ്ട്, മെയിലിലോട്ട് ജസ്റ്റ് മെയിൽ ചെയ്താൽ മതി. എന്ത് ആവശ്യത്തിനും കാര്യം പറഞ്ഞാൽ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, സമീപിക്കുന്ന നിങ്ങളുടെ ഏജൻസി അവർ നിങ്ങളത് പല മോഹന വാഗ്ദാനങ്ങളും തരും. ഇന്ത്യൻ ടീച്ചേഴ്സ് വരും, അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡ് കിട്ടും, സെമസ്റ്ററിൽ 1.5 ലക്ഷം രൂപയേ ഉള്ളൂ, അല്ലെങ്കിൽ ഹോസ്റ്റലൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും, നിങ്ങൾക്ക് ഡോക്ടർ ആവാം 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 6 വർഷം കൊണ്ട്. അതൊക്കെ വളരെ തെറ്റാണ്. ഓപ്പണായിട്ട് പറയാം. മിനിമം നിങ്ങൾക്ക് ഇപ്പോൾ പോകുന്ന കുട്ടിയെ സംബന്ധിച്ചോളം 6 വർഷം പഠനം, 2 വർഷം ഇൻറ്റേൺഷിപ്പ്, മറ്റു കാര്യങ്ങൾ, എക്സാം എത്ര വർഷം എടുക്കുന്നോ അത് വെച്ച് അത് ഒരു 9-10 ഇയേഴ്സ് മിനിമം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന രീതിയിൽ MBBS പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരത്തില്ല. നിങ്ങൾക്ക് ജോലി ഉണ്ടായിരിക്കും, ലോകത്ത് എവിടെ വേണോ പോവാം. ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ ശരിക്കും പോകാൻ പറ്റും, ഒരുപാട് പെട്ടെന്ന് ജോലി കിട്ടും. അതുപോലെ ഭാവി സുരക്ഷിതമായിരിക്കും. പിന്നെ ഓവറാൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. കാരണം നിങ്ങൾക്ക് ഇന്ന് ഓപ്ഷൻസ് എന്ന് പറയുന്നത് കടൽ കണക്കാണ്. ഇപ്പം ഒരാൾക്ക് മെഡിസിൻ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ ആ രീതി തന്നെ വേണം കേരളത്തിൽ നിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈവൻ ബയോടെക്നോളജി എടുത്താലും, അല്ലെങ്കിൽ BSc ബയോകം എടുത്താലും, മൈക്രോബയോളജിയൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ PhD കഴിഞ്ഞാൽ അവർക്കും ഈ മെഡിക്കൽ കോളേജിൽ കയറാൻ പറ്റും. അവരുടെ ഡിഗ്രിയും ഇപ്പോൾ NMCയുടെ റെക്കഗ്നൈസേഷനിൽ വന്നിട്ടുണ്ട്. സോ അവർക്ക് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ പറ്റും, അതെനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ക്ലിനിക്കലും അങ്ങനത്തെ രീതിയിൽ പോകാൻ പറ്റത്തില്ല. അതെനിക്ക് തന്നെ ഒരുപാട് ഹയറിലൊന്നും പോകാൻ പറ്റത്തില്ല, ഹയർ പോസ്റ്റിലേക്കൊന്നും. ഈ HOD അങ്ങനത്തെ വലിയ പോസ്റ്റിലൊന്നും പോകാൻ പറ്റില്ല. പക്ഷേ ഒരു APയുടെയൊക്കെ അടുത്ത് ട്യൂട്ടർ ആ ഒരു റേഞ്ചിലൊക്കെ നിൽക്കാൻ പറ്റും. ഇപ്പോൾ പലയിടത്തും ഈവൻ എയിംസിൽ വരെ അങ്ങനെ ആൾക്കാർ കയറുന്നുണ്ട്. അപ്പം ഓപ്ഷൻസ് ഒരുപാടുണ്ട് നമുക്ക് ഇന്നത്തെ കാലത്ത്. സോ അത് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്താൽ മാത്രം മതി, അത്രേ പറയാനുള്ളൂ. ഇനി എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതിൻ്റെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ. പിന്നെ നീറ്റ് UGയുടെ റിസൾട്ട് എന്ന് വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് നീറ്റ് UGയുടെ സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ് അതിൻ്റെ കേസ്. അപ്പോൾ നാളെയോ 18-ാം തീയതിയോ സംതിങ് ആണ് ഇനി അടുത്ത് എടുക്കാൻ പോകുന്നത്. സോ ഫാർ എനിക്ക് തോന്നുന്ന അവസ്ഥയെന്ന് പറയുന്നത്, ഇപ്പം IIT മദ്രാസിൻ്റെ വക ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതനുസരിച്ച് അവിടെ യാതൊരു വിധത്തിലുള്ള ലീക്ക് നടന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ലീക്ക് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എക്സാം റദ്ദാക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ നീറ്റ് UG റിസൾട്ട് എനിക്ക് തോന്നുന്നു സുപ്രീം കോടതി അംഗീകരിക്കാനാണ് ചാൻസ് കൂടുതൽ ഇപ്പം കണ്ടിട്ട്. അതിനിപ്പം എതിർകക്ഷികൾ എന്തൊക്കെ പറയുന്നു, അവരെന്തൊക്കെ എവിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന രീതിയിലായിരിക്കും റിസൾട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഗസ് പറഞ്ഞതാണ്. ഒരു നല്ലൊരു ശതമാനം നമുക്ക് തോന്നുന്നതെന്ന് പറയുന്നത് ഈ ഒരു കേസ് കേന്ദ്രത്തിന് അനുകൂലമായിട്ട് വരാനാണ് ചാൻസ് ഉള്ളത്. കാരണം പല ഏജൻസികൾ, ഇപ്പോൾ CBI തന്നെ പറഞ്ഞു നമ്മുടെ ടെലിഗ്രാമിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഫേക്ക് ആയിരുന്നു എന്നാണ്. അപ്പോൾ മറുചോദ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തത് എന്തിനെന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് 18-ാം തീയതി കഴിഞ്ഞ് അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യം കിട്ടും. അതാണ് അതിൻ്റെ ഉള്ള ഉത്തരം. അതും കൂടെ ആ ഒരു ചോദ്യത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിലൂടെ ചേർത്ത് പറഞ്ഞത്. സോ എന്തെങ്കിലും വിവരം വരികയാണെങ്കിൽ ഞാൻ അതിൻ്റെയും കൂടെ ഒരു വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. ഓക്കെ.